ഇപ്പോൾ റൂം മേക്ക് ഓവറുകളുടെ കാലമല്ലേ, നമുക്കൊരു റൂം മേക്ക് ഓവർ ചെയ്താലോ. ഇത് ഞങ്ങളുടെ ബെഡ്റൂം ആട്ടോ, വളരെ വൃത്തികേടായിട്ടാണ് ഇപ്പം കിടക്കുന്നത്. നമുക്ക് നല്ല നീറ്റാക്കി വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുത്താലും ഞാൻ ഇതിനകത്തുള്ള പ്രോഡക്റ്റ്സ് എല്ലാം വാങ്ങിക്കുന്നത് മീഷോയിൽ നിന്നാണ് കേട്ടോ. ഫസ്റ്റ് ഈ 2 റാക്കിൽ ഒരു റാക്ക് നമുക്ക് കട്ട് ചെയ്യണം. അതിനുവേണ്ടി ഞാനൊരു ചേട്ടനെ വിളിച്ച് കട്ട് ചെയ്യിപ്പിച്ച കേട്ടോ. ആ ചേട്ടൻ നല്ല നീറ്റായിട്ട് ഇത് കട്ട് ചെയ്ത് തന്നു. പിന്നെ ഫസ്റ്റ് ഇത് 2 പാർട്ടായിട്ടാണ് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ അത്രയും പണിയുണ്ടായിരുന്നു ഈ റൂമിൽ. എല്ലാം ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഇതെൻ്റെ വിഷൻ ബോർഡായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനത് പണ്ടും വാൾപേപ്പർ തന്നെ ഒട്ടിച്ചിരുന്നത്. ഞാൻ ആ വാൾപേപ്പറുകളെല്ലാം ഇളക്കും കേട്ടോ. കൊച്ചും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവനും കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടി ഇളക്കി. പിന്നെ ഒരു സാധനം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ റൂം മുഴുവൻ പൊടിയാകുമല്ലോ. എന്നിട്ട് അത് ക്ലീൻ ചെയ്ത് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതായിരുന്നു ഫസ്റ്റ് ഡേയിൽ ചെയ്തത്. ഇത്രയും പണി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമാണ്. സീലിങ്ങും ഒക്കെ കൂടി തുടച്ചു. ഫുള്ളും പൊടിയായിട്ടുണ്ടായിരുന്നു. എനിക്ക് ജലദോഷവും കൂടി പിടിച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൽ എന്തൊക്കെ ചെയ്തിട്ടാണ് ഇനി നമുക്ക് ഈ റൂം ഒരു നല്ല ഒരു രീതിയിലുള്ള ഒരു നീറ്റായിട്ടുള്ള റൂം ആക്കി മാറ്റുന്നതെന്ന് കേട്ടോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മൾ റൂം മേക്ക് ഓവർ ചെയ്യുമ്പോൾ ഒത്തിരി പൈസയൊന്നും വേണ്ട. ഞാൻ എല്ലാ പ്രോഡക്ട്സും മീഷോയിൽ തന്നെയാണ് വാങ്ങിയേക്കുന്നത്. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു റൂം മേക്ക് ഓവർ കേട്ടോ. ഫാനൊക്കെ തുടയ്ക്കും കേട്ടോ. ഫാനിൽ സീലിങ്ങിലൊക്കെ അതിൻ്റെ പൊടിയായിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് എനിക്ക് ജലദോഷവും കൂടി പിടിച്ചു. ഈ റൂം മേക്ക് ഓവറിന് ഇറങ്ങിയിട്ട് സീലിങ്ങൊക്കെ നിറയെ സിമൻറ്റ് പൊടി പോലെ ആയിരുന്നു. അത് ആ കടപ്പക്കല്ലിൻ്റെ ആയിരുന്നു. ലാസ്റ്റ് ജലദോഷം പിടിച്ചൊരവസ്ഥയിലെത്തി. അപ്പോൾ നമുക്ക് പാർട്ട് 2 ബാക്കി കാണാം കേട്ടോ.